ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇന്നത്തെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. നമ്മുടെ ഗസ്റ്റ് റെഡിയാണ്, നമ്മുടെ ടീം റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് പരിപാടി തുടങ്ങിയാൽ. ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിർത്തിയോടുത്ത് വീണ്ടും തുടങ്ങുകയാണ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. കല്ലു, വർത്തമാനങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. കാരണം ഇനി അങ്ങോട്ട് മത്സരം മുറുകാൻ പോകുന്നു. അതെ, നമ്മുടെ ഗെയിം വരാൻ പോകുന്നു. പ്രോപ്പർട്ടീസ് വരട്ടെ. റോക്ക് ആൻഡ് റോളിന്റെ എപ്പിസോഡിൽ ഇതാ പുതിയൊരു മത്സരത്തിന് കൂടി അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. അതെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു രസമൊക്കെ തോന്നണില്ലേ? അതായത് കുറെ ചക്രങ്ങൾ നമ്മളിങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇഷ്ടി വെച്ച് ഒരു ചുറ്റികയുമായിട്ട് കല്ല് കൂടെ നിൽക്കുന്നുണ്ട്. അടിച്ചു പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അതെ, നല്ല ബന്ധമുണ്ട്. ഒരു അമ്മാവന്റെ പോലൊക്കെ ആയിട്ട് വരും. ചുറ്റികല്ല, ഒരു വലിയ കൂടം. കൂടം. അതായത് ഇതിന്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കും. ആ ടീമിലെ മറ്റൊരു അംഗം വന്നിട്ട് ഈ കൂടം പിടിച്ചുകൊണ്ട് നിൽക്കും. അതിനുശേഷം ഇതിന് മുകളിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ ചാടണം. അങ്ങനെ ചാടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ടൈമിങ്ങിൽ ഈ കൂടം കൊണ്ട് ഇതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. ഏത്തക്ക അരിയുന്ന പോലെ അരിഞ്ഞ് തള്ളണം. എത്ര ചക്രം വരെ നിങ്ങൾക്ക് താഴത്തേക്ക് ആ മേലെ നിൽക്കുന്ന ആളെ വീഴാതെ കൊണ്ടുപോകാൻ കഴിയുമോ അവരായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ടീം മധുരരാജയിൽ നിന്നും ഹരിതയും ശ്രീജിത്തും അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേയറ്റത്തു നിന്നും വാ. റെഡി? Your time starts now. 1, 2, 3. ആദ്യത്തെ അടിയിൽ തന്നെ ഹരിത അടിതെറ്റി വീണിരിക്കുന്നു. ഒരു പോയിന്റ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കല്ലു, മാത്തു, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. ടീം ദേവാസുരത്തിൽ നിന്നും അശ്വതിയും ഹർഷയുമാണ് പോരാടാനായിട്ട് വരുന്നത്. ഒരെണ്ണമെങ്കിലും കൃത്യമായിട്ട് ഇവിടെ നിലയുറപ്പിച്ച് നിന്നാൽ ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. അതെ, റെഡിയല്ലേ അശ്വതി? നീ ജിമ്മത്തിയാണ് അങ്ങനെ ശരി. ഇനി പൊട്ടിക്കൽ തുടങ്ങല്ലേ? തുടങ്ങാണ്. Your time starts now. അടിപൊളി. 1. കരുത്തുറ്റ പ്രകടനം. മതി, അത് പോകില്ല, അത് മതി. അപ്പൊ നോക്ക്, 1, 2, 3, 4 പോയിന്റുമായി അശ്വതി. ആദ്യത്തെ റൗണ്ടിന്റെ വിജയം ഈ ദേവാസുരത്തിന് സ്വന്തം. ടീം മധുരരാജയിൽ നിന്നും ആദ്യ റൗണ്ടിലെ തോൽവിക്ക് ശേഷം രണ്ടാമതായി മത്സരിക്കാനെത്തുന്നു വരദയും അഖിലും. വടകര വരദയും സംഘവും അവതരിപ്പിക്കുന്ന അഖിലേ,
നിന്റെ കയ്യിൽ നിൽക്കുന്ന കൂടുതൽ ടൈമിംഗ് എങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ വര തെറ്റി വീഴും. നോക്കി കണ്ടുപിടിക്കാം. റെഡിയാണല്ലോ? വര നോക്കിയാണല്ലോ? ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. റെഡി 1 2 3. വീണ്ടും ഒരിക്കൽ കൂടി മധുരരാജ അട്ടി തെറ്റി വീടിരിക്കുന്നു. ഞാനാണെങ്കിൽ KGF ഒക്കെ ഇരുന്ന് മനസ്സിൽ. ശരി, എന്തായാലും ഇനി ടീം ദേവാസുരത്തിന്റെ സമയമാണ്. ടീം ദേവാസുരത്തിൽ നിന്നും 2ാം റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നു നീനു ആൻഡ് സാജൻ. മത്സരം തുടങ്ങാൻ പോകുന്നു. 3, 2, 1 സ്റ്റാർട്ട്. 1, 2, 3. അതെ, ശരി 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 ശരി. അല്ല 1, 2, 3. കുഴപ്പമില്ല. ഓക്കെ ആയിരുന്നു. സേഫ് പ്ലാനിങ്. ട്രൈ ചെയ്തു കുഴപ്പമില്ല. അടിപൊളി അടിപൊളി അടിപൊളി. കുഴപ്പമില്ല, വാ. രണ്ടാമത്തെ റൗണ്ട് സമനിലയിലായിരിക്കുന്നു. 3ാമത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടീം മധുരരാജയിൽ നിന്നും ജൂഹി മോളും പിന്നെ നമ്മുടെ സ്വന്തം ബൈജുവണ്ണനും. Ready. Your time starts now. 1 2. അല്ല കുഴപ്പമില്ല. 1 3 ചാടണം. അപ്പൊ 3 ചാടണം. റെഡി. ഈശ്വര ഒരാപത്തും വരുത്തൽ. ബൈച്ചേട്ടാ 3 പറഞ്ഞിട്ട് അടിച്ചാ മതി. 3 പറഞ്ഞിട്ട് അടിച്ചാ മതി. ഓക്കെ റെഡി. 1 2 3. 3 അടിക്കണം. 1 2 3 നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. 3 പറയണം. 1 2 3. വല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. 3 പറഞ്ഞിട്ട് അടുത്തിട്ട് 1 2 3 സ്റ്റാർട്ട്. സ്റ്റാർട്ടിൽ അവള് സ്റ്റാർട്ട് ഓക്കെ റെഡി. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഇതായിരുന്നു പ്രശ്നം. സ്റ്റാർട്ട് ആയിരുന്നു പ്രശ്നം. അതായിരുന്നു പ്രശ്നം. 1 2 3 സ്റ്റാർട്ട്. അല്ല ഞങ്ങൾ ഇതൊക്കെ ടെസ്റ്റിംഗ് ആണ്. ടെൻഷൻ ആക്കരുത് കേട്ടോ. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ടീം പറഞ്ഞിട്ടാണോ അടിക്കുന്നത്? ഈ ടീം അടിക്കുന്നത്? എനിക്കൊന്നേ പറയാറുള്ളൂ, അടി മാറി കൊച്ചിന്റെ ദേഹത്ത് കൊള്ളല. അത് പറഞ്ഞിങ്ങ് 1 2 3 സ്റ്റാർട്ട് പറയണം. സ്റ്റാർട്ടിൽ ഞാൻ ചാടിക്കോളാം. ഓക്കെ, ടെൻഷൻ ആവണ്ട. അപ്പൊ ബൈച്ചേട്ടൻ വീണ്ടും റെഡി ആയിരിക്കുന്നു. Your time starts now. 1 2 3 സ്റ്റാർട്ട്. പോയില്ല. ഇത് പറ്റൂല. ലാസ്റ്റ് ചാൻസ് കൂടി കൊടുക്ക്. ഇതിന്റെ മോളിൽ നിന്ന് ഒരു ദീന രോദനം വരുന്നു. പറ. അല്ല, വേറെ ആരെങ്കിലും ആ ടീമിൽ നിന്ന് പോയിരുന്നോട്ടെ. ചെല്ലപ്പോ ബൈച്ചേട്ടൻ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ചുറ്റികയല്ല, നിങ്ങളുടെ അഭിമാനത്തിന്റെ താക്കോലാണ്. അടിച്ചിട്ടോളണം. ഓക്കെ സ്റ്റാർട്ടിൽ അടിക്കും. സ്റ്റാർട്ടിലടിക്കണം. റെഡി. സ്റ്റാർട്ട് ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല. അതായിരുന്നു. റെഡി ബൈച്ചേട്ടാ.
എനിക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വന്നറിയോ? അതായത് മറ്റേ അഴകിയ രാവണൻ സിനിമയിലെ ആ സിനിമയിലെ ഇന്നസെന്റ് ഡയലോഗ് പറയാൻ നിൽക്കൂലേ, ഏതാണ്ട് അതാണ് ഐറ്റം. ചാത്തമട്ടത്ത് അരി. സ്റ്റാർട്ടിൽ പറഞ്ഞു, പക്ഷെ ഇത് പോയില്ല. നീ വള്ളിച്ചാട്ടം കളിച്ചാലേ നീ രക്ഷപ്പെടും. വള്ളിച്ചാട്ടം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കാൻ എപ്പോഴേലും അടി. ചേട്ടാ 1 2 3 സ്റ്റാർട്ടിൽ കാലിലടിക്കണം. അതാ നീ രക്ഷപ്പെടത്തില്ല. അടിച്ചോ. ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 start. അയ്യോ ജോയി, നീ ഒന്ന് ഇറങ്ങിക്കൊടുക്കാതെ അവിടെ നിന്ന് തെറിച്ച് കാണാനുള്ള കൊതി കൊണ്ടാണ്. അല്ലല്ല അവള് താഴെ വീണിട്ടില്ല. താഴെ വീണാലല്ല ഔട്ട്. എത്ര നേരം ക്ഷമിക്കും നമ്മള്. അല്ല, താഴെ വീഴുന്ന വരെ ചാൻസ് ഉണ്ട്. എന്നാ നമുക്ക് നാളെ പോവാം. പക്ഷെ എനിക്ക് ഇടയ്ക്ക് 2 ബ്രേക്ക് കയറണം. എത്ര ചാൻസ് എടുത്തോ? വയറുവേദന എടുത്തിട്ടാണ്, അതുകൊണ്ടാണ്. ഒരു ഫ്ലോറിലെ മുഴുവൻ പേർക്കും വയറുവേദനയാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അത് ചിരിച്ചിട്ടാണെന്ന് കൂടി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ചിരിച്ചു ചാവാൻ വയ്യാത്തോണ്ടാ. ഇങ്ങനെയാണ് ജൂയെ നിർത്തി അവമാനിക്കുന്നത്. ചാടുന്നുണ്ട്. നീ ചാടുന്നില്ലടി. 1 2 3 സ്റ്റാർട്ട്. റെഡി? എല്ലാരും നിശബ്ദരാവണേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 start. ജസ്റ്റ് മിസ്സായിരുന്നു. ഔട്ടായിട്ടില്ല. അല്ല അതെങ്ങനെ ഔട്ടായിട്ടില്ലല്ലോ. അടുത്ത റൗണ്ടിൽ കുടല് വെളി വരുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടാന്ന്. റെഡി സാർ, റെഡി സാർ. കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചുകൂടെ ഹൈറ്റ് ചാടാനെങ്കിലും നോക്കാം. അങ്ങനെങ്കിലും അത് തെന്നി താഴെ വീഴും. അയ്യോ റെഡി സാർ. Ready? Your time starts now. 1 2 3 start. ഇനി അടുത്ത അതേപോലെ ബൈജു ചേട്ടാ. സെയിം. Okay, ready? 1 2 3 start. അല്ല ഇതിനൊരു ചൊല്ലില്ലേ, ഒന്നില്ലെങ്കിൽ ആശാന്റെ എന്റെ അല്ലെങ്കിൽ പുറത്ത്. നമ്മുടെ ചിരിച്ചൊരു വഴിയായി. കല്ലു. ശരിക്കും ഉണ്ടല്ലോ, ബൈചേട്ടൻ ഒരു പണിക്ക് പോയിരുന്നെങ്കിൽ 2.5 തച്ചിന്റെ പണിയായി. ചിരിച്ചിരിച്ച് നമ്മളും തളർന്നു, നമ്മുടെ ചുറ്റിക തകരുകയും ചെയ്യും. അങ്ങനെ പുതിയ ആർട്ടിലെ പിള്ളേര് പുതിയ ചുറ്റികയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇപ്പൊ അവസാനം നമുക്ക് മത്സരം പുനരാരംഭിക്കേണ്ടി വന്നത്. നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് തൊട്ട് ഒരെണ്ണം എന്തായാലും ഒരു പോയിന്റ് ഉണ്ട്. ബൈചേട്ടൻ ഒരെണ്ണം രക്ഷപ്പെടുത്തിയെടുത്തു. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ടീം ദേവാസുരത്തിൽ നിന്ന് ഹർഷ വരും. പിന്നീടല്ലോ ബൈജു ചേട്ടന് ഒരു ഒത്ത എതിരാളി എന്ന് പറയുന്നത് അത് ഉല്ലാസ് ചേട്ടനാണ്. അപ്പൊ ഉല്ലാസ് ചേട്ടന് വരട്ടെ. ഉല്ലാസ് ചേട്ടാ, ഈ റൗണ്ടിൽ 2 റൺ അടിച്ചിട്ടാ നിങ്ങൾ രക്ഷപ്പെട്ടു. അതെ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 start. ഈസിയാ. 1 2 3 start. കൺട്രോൾ ചെയ്യണത്. 1 2 3 start. അടിപൊളി. അടിപൊളി.
ഹർഷ സൂപ്പർ. അടിപൊളി ഹർഷ. പൊളിച്ചു. തകർത്തു. 3 സ്റ്റാർട്ട്. ലങ്ക കീഴടക്ക് ഹനുമാന്റെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന കണ്ടോ? അതെ, ഉല്ലാസേട്ടനും ഹർഷയും എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കയ്യടി കൊടുക്ക്. കല്ലു പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ, അതായത് ഉല്ലാസേട്ടന്റെ കഴിവിനേക്കാൾ കൂടുതൽ ഈ റൗണ്ടില് അവർ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതെ. ഹർഷയുടെ ബാലൻസിങ് ആക്ട് ഒരു രക്ഷയില്ല. ഈ ഗെയിമിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹർഷയുടെ ഇതാണ് ഏറ്റവും ഗംഭീരം. കാരണം എത്രയെങ്കിലും നമ്മളെ വീഴാൻ പോയിട്ട് ബാലൻസ് നിന്നിട്ടാണിത് ഇത് പൊരുതി വിജയം നേടിയത്. അത് ഞാൻ സമ്മതിക്കത്തില്ല. 17 അടി അടിച്ചിട്ടുള്ള ഒറ്റ അടി ശരിയായില്ല. ഞാൻ കൃത്യമായിട്ട് അടിച്ചു കളഞ്ഞിട്ട് നമുക്കൊരു വില. ഇത് നിങ്ങള് നൈസായിട്ട് ആക്കിയതാണോ അതോ അല്ല? ഈ ഹർഷയെ പോലുള്ള ഇത്രയും പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇത്രയും നാൾ ഈ ടീം എങ്ങനെ തോറ്റത്? അതെ, എന്താ വെച്ചാല് നല്ലൊരു ടീം ലീഡർ ഉണ്ടായില്ല അവർക്ക്, അതാ പ്രശ്നം. ഈ മത്സരത്തിന്റെ വിന്നറായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ടീം ദേവാസുരം. ദേവാസുരം ടീം നേടുന്നു 10,000 രൂപ. അത് മാത്രമല്ല, മധുരരാജയെ കാത്തിരിക്കുന്നു ഉഗ്രൻ പണി. അപ്പൊ ഏതായാലും ഉഗ്രൻ ഒത്തിണക്കത്തോടുകൂടി കളിച്ച, അല്ലെങ്കിൽ ഉഗ്രൻ ടൈമിംഗിൽ കളിച്ച ടീം ദേവാസുരമാണ് ഈ മത്സരത്തിലെ വിന്നർ. ടീം ദേവാസുരത്തിന് ലഭിക്കുന്നു കല്ലു, അതൊരു സർപ്രൈസാ. അവിടെ ആ ടീം ദേവാസുരത്തിന്റെ ക്യാപ്റ്റൻ വാ, എന്താന്ന് കാണിച്ചു തരൂല. ഫുൾ ടീം വാ. ദേവാസുരത്തിന്റെ ഫുൾ ടീം ഇവിടെ ഇങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട്. ഈ മത്സരത്തിന്റെ വിന്നറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ടീം ദേവാസുരത്തിന് ലഭിക്കുന്നു 10,000 രൂപ. ഇത് നമ്മൾ നല്ലൊരു എഫേർട്ടിന് വേണ്ടിയിട്ട് നീനുവിന് ഹാൻഡ് കൊടുക്കണം അല്ലേ? അതെ അതെ. എന്തായാലും 10,000 രൂപയുടെ ചെക്കുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കുന്നുണ്ട് ടീം മധുരരാജയിൽ. പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു ഉഗ്ര സമ്മാനമുണ്ട്. പണിഷ്മെന്റ് അല്ലേ? തരൂ, തരൂ. എന്തായാലും നിങ്ങളുടെ ആ സമ്മാനത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് ഇവർക്ക് ഇവിടെ പൊളിച്ചെടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കാണ്. കല്ലു, ഒരു ഉഗ്രം പാട്ടിട്ട് കൊടുക്കാം, എന്നിട്ട് ഇവരെ അങ്ങോട്ട് അർമാദിക്കട്ടെ. റോക്ക് ആൻഡ് റോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, അത് തരിപ്പ് കസേരയാണ്. ഈ തരിപ്പ് സിംഹാസനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിന്റെ സമയമാകുമ്പോൾ വന്ന് കണ്ട് കുറെ പേര് മടങ്ങി പോകുന്ന ഒരു റൗണ്ടാണ്. കാരണം അത്ര ആരാധകരുണ്ടായിരുന്ന ഒരു റൗണ്ടായിരുന്നു. അപ്പൊ ആ ആരാധന നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ഈ സെലിബ്രിറ്റി റൗണ്ടിൽ മത്സരിക്കാനായിട്ട് നമ്മൾ വിളിക്കുകയാണ് നമ്മുടെ ഒരു ഉഗ്രൻ സെലിബ്രിറ്റിയെ ടിനിച്ചേട്ടൻ. പുള്ളിക്ക് ഇച്ചിരി തരിപ്പ് കൂടുതലാ, കൊണ്ടുപോവാം. ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തരിപ്പ് കിട്ടിയിട്ട് കുറെ നാളായി. കുറെ നാളെ അടഞ്ഞിടക്കായിരുന്നല്ലോ, അതുകൊണ്ട് നന്നായിക്കോട്ടെ, നന്നായിട്ട് അങ്ങോട്ട് തരിച്ചോട്ടെ.
ടിനി ചേട്ടാ, ഒരു കാസർഗോഡ് കാതർബായി ഇരിക്കുന്ന പോലെ ഉണ്ട് ടിനി ചേട്ടൻ ഈ കസേരയിൽ ഇരുന്നിട്ട്. ഒരു അധോലോക സെറ്റപ്പ്. അല്ലെങ്കിൽ തന്നെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പലരും പിടിക്കപ്പെടുന്നുണ്ട്. മിണ്ടാണ്ടില്ല. അത് മാത്രമല്ല മാത്തു, ഇതിനകത്ത് എല്ലാരും ഇരിക്കുമ്പോ ചെറിയൊരു ഒരു പാവമായിട്ടാ പൂച്ചയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു സിംഹം ഇരിക്കുന്നത് കണ്ടത് ഇപ്പോഴാ. സിംഹം കുറെ നാളായിട്ട് പട്ടിണിയാണ് കേട്ടോ. അമരീഷ് പുരി ഒക്കെ പണ്ട് ഇങ്ങനെയുള്ള കസേര ഇരിക്കും. പക്ഷെ ആ അമരീഷ് പുരിനെ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ളത് വേണ്ട. അങ്ങനെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇരുന്നോണ്ട് നേരത്തേക്ക് നിന്നോണ്ട് ചെയ്തിരുന്നതാ. ഇപ്പൊ ഇരുത്തം വന്ന കലാകാരനായി ഇരുത്തം വന്ന അമരീഷ് പുരിയ. अरे गोवर्धन, मेरे जूते को साफ करो. Not with your hands, with your tongue. कोई दूसरों को मदद करना चाहते हैं तो उसको यही हसन होगा. मोगैम्बो खुश हुआ. ഇതാണ് ഇരുത്തം വന്ന ഈ കസേരയ്ക്ക് പറ്റിയൊരു ശബ്ദവും ഈ കസേരയ്ക്ക് പറ്റിയ രൂപവും ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു റോക്ക് ആൻഡ് റോളിൽ. അത് വന്നത് ഇപ്പോഴാണ്. ഒരു കൈയടി. അടിപൊളി. അതോ ഇനി എങ്ങനെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഇതിന്റെ റൂൾസ് എന്ന് വെച്ചാൽ ടിനി ചേട്ടൻ അടുത്തൊരു ചോദ്യം ചോദിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാ ചോദ്യത്തിലും എല്ലാ ഇന്റർവ്യൂറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് സിനിമയിലേക്കുള്ള വഴി എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ, എനിക്ക്, എന്നെ, ഈ മുതലായ വാക്കുകൾ വരുമല്ലോ. ആ വാക്കുകളുടെ സ്ഥലത്ത് വാഴ എന്ന് ചേർത്തിട്ട് വേണം പറയാൻ. പിന്നെ ഈ വാഴ എന്ന് പറയുന്ന സ്ഥലത്ത് എപ്പോഴെങ്കിലും എനിക്കെന്നോ ഞാനെന്നോ ഒക്കെ പറയുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെറിയൊരു തരിപ്പ് തരും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ തരിപ്പ് വരും. തരിപ്പ് കിട്ടാഞ്ഞിട്ടൊരു വിഷമം ഉണ്ടായിരുന്നില്ലേ? ആ വിഷമം നമ്മൾ അങ്ങോട്ട് മാറ്റി തരും. ഓ ശരി ശരി ശരി. അപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് ഒരു തരിപ്പും കിട്ടാതിരുന്ന ടിനി ചേട്ടന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ തരിപ്പ് സിംഹാസനം. 3, 2, 1 സ്റ്റാർട്ട്. വാഴ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മിക്സ് ആക്ഷൻ 500 ആണ്. ഞാൻ പിടിച്ചോളാം. വാഴ ഒരു കഥാപാത്രമായിട്ട് ചെയ്യുന്നത് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന സിനിമയിലാണ്. വാഴ പിന്നെ TV പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. വാഴ കൊലച്ചുമില്ല, പതുക്കെ കൊലച്ചു തുടങ്ങി. പിന്നെ വാഴക്ക് വെള്ളം തന്നത് പല സിനിമയിലുള്ള സഹപ്രവർത്തകരായിരുന്നു. വാഴക്ക് അങ്ങനെ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഇതുപോലുള്ളൊരു ചെറിയ കസേരയാണെങ്കിലും സിനിമയിൽ കിട്ടിയത്. വാഴ പിന്നീട് ഞാൻ ഇപ്പൊ ഒരു വാഴ ഇനിയിപ്പോ എന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോ വീട്ടിൽ ചെന്നാ പറയും വാഴക്കൊരു ചായ വേണമെന്നൊക്കെ പറയും. ഉഗ്രസാധനം കേട്ടോ. വാ, വേറെ എങ്ങും പോകണ്ട ജാഫർക്ക. വാ, ക്യൂ നിന്ന് ഇത്രയും നേരം നിന്നിട്ടൊക്കെയാണ് കിട്ടുന്നത്. സുഖമായിട്ട് ഇവിടെ ഇരുന്ന് വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തരിപ്പ. പിന്നീട് എപ്പോഴാണ് ഈ വാഴ നായകനാവുന്നത്? വാഴ നായകനായിട്ട് ഇടക്കിടക്കൊക്കെ വരും. ഇടയ്ക്ക് ചില ആൾക്കാർ വന്നിട്ട് പറയാം. അപ്പൊ ഞാൻ പറയും വാഴേനെ ഓക്കെ മതി ആവശ്യത്തിന് തരിപ്പായി. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, വാഴ എന്ന് പറയുന്നത് നമ്മൾ താഴ്ത്തി കെട്ടരുത്. അതിന്റെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞില്ല. അല്ല, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ പരിപാടി ഒരു കാര്യം അല്ല, ഞാൻ നിങ്ങളൊന്നും പറയണേ. ഇവിടെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടൊരു ഷോ ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റി വിടരുതേ പ്ലീസ്. ഫ്ലോറിലേക്ക് വേറെ ആൾക്കാരെ കയറ്റി വിടലേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല. വാഴയുടെ ഇല, അതിന്റെ കൂമ്പ്, അതിന്റെ കായ, അതിന്റെ കണ്ണ്, അതിന്റെ പിണ്ടി എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ വാഴയുടെ കൂമ്പ് പോയി കിടക്കുക. കൂമ്പും ചങ്കും കരളൊക്കെ പോയി. പക്ഷെ കൊലച്ചി ഇതിൽ വന്നിട്ട് തിരിച്ചേട്ടനായിരിക്കും ഏറ്റവും കുറച്ച് തരിപ്പ് കിട്ടിയ ആള്. അല്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ജാഫർക്കൊക്കെ ഇരുന്ന നല്ല തരിപ്പ് കിട്ടും. ഓക്കെ, താങ്ക് യു. കല്ലു, ടിനിച്ചേട്ടൻ ഇവിടെ ഇങ്ങനെ തരിപ്പ് കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അഞ്ജലിയുടെ മുഖത്ത് എത്ര ഭാവങ്ങളായിരുന്നു. അഞ്ജലിക്ക് ശരിക്കും കൊതിയുണ്ട്. നമ്മൾ ഈ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ പുഴയിൽ ഇറങ്ങി കുളിക്കുന്ന കാണുമ്പോ, ചില മനുഷ്യർ ഭക്ഷണം കഴിക്കാണുമ്പോ നമുക്കിങ്ങനെ ഇത് ഞാൻ കഴിച്ചിരുന്നെങ്കിൽ, എനിക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കില്ലേ? അതേപോലൊരു മുഖം അഞ്ജലിയുടെ മുഖത്ത് ഞാൻ കണ്ടു. ഒരു ആവേശം എന്ന് മാത്രമല്ല, ഇപ്പൊ ദൃശ്യം 2 കണ്ടതിന് ശേഷം ഞങ്ങളുടെ ജോർജ് കുട്ടീനെ നീ പറ്റിക്കാൻ നോക്കിയല്ലേടി എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്. അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി കൂടി ഞങ്ങൾ അഞ്ജലിയെ ഈ വേദിയിലേക്ക് കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മോള് ആവണി മോള്
സ്ഥിരമായിട്ട് റോക്ക് ആൻഡ് റോൾ കാണാറുണ്ട്. അപ്പൊ അതിൽ ഈ സിംഹാസന റൗണ്ട് അമ്മേ വരൂ പറഞ്ഞ് ഞാൻ ഓടി വന്ന് കാണുന്ന ഒരു റൗണ്ടായത്. അപ്പൊ എല്ലാരും അവിടെ കിടന്ന് ഇങ്ങനെ ഷോക്ക് അടിക്കുമ്പോ നമ്മള് വീട്ടില് ഭയങ്കര ടെൻഷൻ. അയ്യോ അവർക്ക് എനിക്കുണ്ടാവും, അവർക്ക് എന്താ തോന്നുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കാം. അഞ്ജലി ഷോക്ക് അടിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ശരിക്കും രമ്യ കൃഷ്ണൊക്കെ ഇരിക്കുന്നല്ലോ പടയപ്പേല്. അതല്ലെങ്കിൽ ബാഹുബലിയിലോ എന്താ രസം നോക്കി കാലുമ്പോ കാല കയറ്റി വെച്ചിരുന്നേ. അവിടെ അഞ്ജലി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അഞ്ജലിക്ക് ഈ സമയത്ത് ഏറ്റവും അധികം കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദൃശ്യം 2 ബന്ധപ്പെട്ട് തന്നെ. അതെ. അപ്പൊ ദൃശ്യം 2 അഞ്ജലിയുടെ കഥാപാത്രത്തിനെ കുറിച്ചിട്ട് അഞ്ജലിക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. ആ ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്റെ മുതലായ കിണിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളുടെ സ്ഥാനത്ത് ചക്ക എന്ന് ചേർക്കാം. ലോകത്തിലെ അല്ല, ശരിക്കും ആ കസേര പ്ലാവിന്റെ ആണ്, അവിടെ ഒരു ചക്ക ഉണ്ടായി നിൽക്കുന്നു. തുടങ്ങിയാലോ നമുക്ക്? 3, 2, 1 സ്റ്റാർട്ട്. ചക്ക റാം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചക്കയോട് ജിത്തുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമ അടുത്തത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. അപ്പൊ ചക്ക ഏറെ പ്രതീക്ഷയൊന്നും വെച്ചില്ലായിരുന്നു. ചക്ക അപ്പോ പിന്നീട് ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിൽ പോയതിനു ശേഷം ചക്കയ്ക്ക് വീണ്ടും ജിത്തുചേട്ടന്റെ കോള് വന്നു. അപ്പൊ ചക്കയോട് പറഞ്ഞു നമുക്ക് എന്തായാലും അടുത്ത സിനിമയിൽ ചക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് ചിത്തേട്ടൻ പറഞ്ഞു. അപ്പൊ ചക്ക പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാന്ന്. അപ്പൊ ചക്ക വന്നപ്പോ ചിത്തേട്ടൻ ചക്കയോട് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു കഥാപാത്രമാണ്. അപ്പൊ ചക്ക വിചാരിച്ചു നല്ല കഥാപാത്രമാണെങ്കിലും ചെറിയ കഥാപാത്രമാണെങ്കിലും ചക്ക എന്തായാലും ചെയ്യുന്ന ഉറപ്പിച്ചിട്ടാണ് ചക്ക ലൊക്കേഷനിൽ പോയത്. പക്ഷെ ചക്കയെ കറുപ്പിച്ച് ചക്കേനെ വെളുപ്പിക്കുകയൊക്കെ ചെയ്ത് മേക്കപ്പ് മാൻ ചക്കയെ നല്ല സുന്ദരിയും വിരൂപിയാക്കി 2 കഥാപാത്രവുമായി ജനങ്ങളുടെ മുമ്പിൽ ചക്കയെ അവതരിപ്പിച്ചു. ആ ചക്കയെ അവതരിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ചക്കയെ എനിക്ക് ഓക്കെ, ഇനിയിപ്പോ എന്തായാലും അഴിച്ചുവിട. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ചക്ക വാങ്ങിട്, ഇവിടെ ഒന്നിരിക്കാം. മറ്റേ കാര്യം എന്താ, ഇത് എപ്പ കഴിയോ? കപ്പയോ? അല്ല, ഇപ്പൊ കഴിയോന്ന്. ഇപ്പൊ 2 പേരായി, ഇനി 2 പേരുകൂടി ഉണ്ട്. അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഏത് അത്യാവശ്യം? ഈ സാധനത്തിൽ വേണമായിരുന്നു. ഈ സാധനം തരാൻ പറ്റൂല. ഇത് ഉണ്ടെന്ന് ഇല്ല. അതെ, നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് പ്ലീസ് പെട്ടെന്നൊന്ന് പറയണേ. പറഞ്ഞതല്ലേ നിങ്ങൾ പോ. ആരെയാളെ കൂടെ സ്റ്റേജിലേക്ക് കയറ്റി വിടണേ. നിങ്ങൾ ഈ കസേര വല്ല റിസപ്ഷൻ ചടങ്ങിനും കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. നമ്മളൊരു കൊടുക്കാന്ന് പറഞ്ഞല്ലേ, നമ്മളെ കസേരയല്ലേ. ഓക്കെ, അഞ്ജലി എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ചക്കയല്ല, ദൃശ്യം 2 കഥാപാത്രത്തെ ഒന്നുകൂടി ഓർത്തെടുക്കാനായിട്ട് പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്ന ഒരു കൈയടിയോട് കൂടിയിട്ട് നമുക്ക് അഞ്ജലിയെ കസേരയിലേക്ക് വിടാം. ചക്കയെന്ന് ഇപ്പോഴും എനിക്ക് വായി വരുന്നത്. നമ്മള് സാധാരണ ഉണ്ടല്ലോ ഈ ഇന്റർവ്യൂവിനൊക്കെ പുറത്ത് നിൽക്കുമല്ലോ, പുറത്ത് നിൽക്കുമ്പോ തൊട്ട് മുമ്പത്തെ റോൾ നമ്പർ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഇനി ഞാനാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഇരിപ്പില്ലേ, ആ ഇരിപ്പാണ് ശരിക്കും ജാഫർക്കാട് ഇരിപ്പ്. നോക്കി, അതെ, നമ്മൾ ഇടുക്കിയിൽ ജീവിക്കുന്ന ആൾക്ക് എലവൻ കേവി വന്നാലും ശരി ഒരു പ്രശ്നമില്ല. അതെ അല്ലേ? ധൈര്യമായിട്ട് വാ. ഊരുള്ള പൊട്ടിയാലും ചങ്ക് വരിച്ച് നിൽക്കുന്ന ടീമുകളാണ്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്ത് കൊടുക്കാം, പരിപ്പ് കൊടുക്കാം. ജാഫർക്കാക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ചാല് ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് തന്നെ പറഞ്ഞാൽ മതി. വാഴൻ ചക്കയും കൊടുത്തു, അല്ല അരി വല്ലോ? ഇല്ല, ജാഫർക്കാക്ക് നമ്മൾ കുറച്ചുകൂടി ഉയർന്ന ബഹുമാനം നമുക്ക് ഉമ്മ കൊടുക്കാം. അതെ, ജാഫർക്ക ഞാൻ എന്റെ സ്ഥാനത്ത് ഉമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ എന്ത് പറയണം? എന്റെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺ ഓഫ് ഗാങ്സ്റ്റർ എന്ന് പറയുന്ന സിനിമയിലെ സ്വന്തം കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ സൺ ഓഫ് ഗാങ്സ്റ്ററിലെ കഥാപാത്രം ഒരു XMLA കഥാപാത്രമാണ്. ആ കഥാപാത്രം നല്ല രീതിയിൽ നന്നാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നുള്ള ഭാവം ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതിനകത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ടിനി ടോം, അതുപോലെ തന്നെ നായകനും പിന്നെ അഞ്ജലിയും എല്ലാവരും അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മനോഹരമാക്കിയ കൂടുതൽ മനോഹരമാക്കി. അതിനുള്ള ഒരു
നല്ല ഒരു റിസൾട്ട് ഈ പടത്തിന് കിട്ടണമെന്നാണ് ഉറച്ച വിശ്വാസം. അല്ല മാത്തു, ഇതിലും നല്ലത് വാഴയും ചക്കയായിരുന്നു. ഇതെന്തോ അസുഖം എന്താണേലും ഉണ്ടല്ലോ ചെയ്തങ്ങനെ. ഇത് കൈകൊള്ളുന്ന പരിപാടി കണ്ടോ? ഇനി പുറത്തു പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേര് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അവസ്ഥ ഇന്നത്തെ കാലത്ത് വന്ന കുഴപ്പമില്ല. ഇന്ന് തന്നെ കുഴപ്പം. ഇപ്പൊ നമ്മുടെ ഈ സിനിമ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്രസന്റിലി നടക്കുന്ന സംഭവത്തോടനുബന്ധിച്ചും സ്ത്രീകളോട് നടക്കുന്ന ഒരു ക്രൂരതയെ കുറിച്ച് പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ തുറന്നു നോക്കുമ്പോ ഇത് തന്നെ അഴുക്ക. ഇത് പെട്ടെന്ന് പുള്ളി നായാട്ടിലെ മുഖ്യമന്ത്രിയിലോട്ട് പോയി. അതിന്റെ നമ്മളെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ അമ്മയോട് പറയണം. ആ കൊച്ചിനെ മോളായിട്ട് കാണാൻ പറയുമ്പോൾ ഒരു സംഭവം ഒതുങ്ങും. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ നിട്ടുന്നുള്ളൂ. ഇത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തില്ലാലും പറ്റില്ല. അതായത് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുക. ചുമ്മാ കല്യാണം കഴിക്കുക. ആ കല്യാണം കഴിച്ചു കുറെ പൈസയൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ചാൽ പൈസ തീർന്നു കഴിയുമ്പോൾ ആ പെണ്ണിനെ ചുമ്മാ ഈ കുരുത്തൊലി ഇല്ലേ, ചക്കുരുവിന്റെ മുകളിൽ ഇങ്ങനെ തൊലി നമ്മൾ കളയുമല്ലേ, ആ വില കൽപ്പിക്കുന്നില്ല. അതൊക്കെ ശരിക്കും ഇങ്ങനത്തുള്ള ഒരു മെസ്സേജ് ഏതെങ്കിലും സൈഡിൽ കൂടെ ഒരു 1/4 മിനിറ്റ് നിങ്ങൾ ഈ ഷോയിൽ കൊടുക്കണം. അനീതിക്കെതിരെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പടം അതുപോലെ ഒരു സംഭവമാണ്. ഒരു പെൺകൊച്ചു വല്ലാതെ അനുഭവിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? തരിപ്പ് കിട്ടിയോ ശരിക്കും? അടിപൊളി അത്ര മതി. അപ്പൊ ഒരു ഉഗ്രം കയ്യടി കൊടുത്തേ. ഏതായാലും സന്തോഷമുണ്ട്. ഇത്രയും വലിയ വ്യക്തികളും ഒക്കെ ആയിരിക്കുന്നത്. ഇതിനൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, കിഷോറിനൊക്കെ പൊളിച്ചെടുക്കുന്ന. എന്തായി സംഭവം കഴിഞ്ഞ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. നീ കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് ഞാൻ വന്നെന്ന് പറഞ്ഞാലേ, ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെ പിന്നെ ഈ ഷോപ്പ് എടുക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു, അത് കംപ്ലൈന്റ് ആയി. അപ്പൊ ഈ റോക്ക് ആൻഡ് റോളിൽ ഇതുപോലെ പിന്നെ ഷോപ്പ് എടുക്കുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അതില്ല, ഞാൻ ഇവിടെ കിടന്ന് ഓടി. നിങ്ങൾ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചാ? ഇത് ഭ്രാന്തന്മാർക്ക് ഷോക്ക് കൊടുക്കാനുള്ള സാധനം അല്ല, ഇത് കലാകാരന്മാർക്ക് ചെറിയൊരു തരിപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്. അല്ല, ഒരു ജീവിത പ്രശ്നമുണ്ട്. നിങ്ങൾ എല്ലാം കൂടെ സഹായിച്ചാലേ നടക്കത്തുള്ളൂ. ജീവിത പ്രശ്നമാണെങ്കിൽ അരി മേടിക്കാൻ പൈസ അത് മതി. അതല്ല, അങ്ങനെയല്ല. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെങ്കൊച്ചുണ്ട്, അതാണെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒട്ടും വയ്യാന്ന് ഇങ്ങനെ കറങ്ങി നടക്കുക. നീ നിന്റെ വീട്ടിൽ പോ. നീ കസരം ചെന്നോട് ഇവിടെ പരിപാടി എടുത്തിട്ട്. ഞാനിത് എന്തോ പറയുന്നു. അല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ആ കൊച്ചിനൊന്ന് ഇവിടെ വരാൻ ഒന്ന് അനുവദിക്കണം. ഏത് കൊച്ചാ? പുറത്തേക്കുന്ന കൊച്ചാ. അല്ല, ആ കൊച്ചു ഇങ്ങോട്ട് നിങ്ങൾ എല്ലാവരും കൂടെ വിളിച്ചാലേ കൊച്ചു വരത്തുള്ളൂ. അല്ല, ചേട്ടൻ മാത്രം വിളിച്ചാൽ പറ്റില്ല, അവരും കൂടെ വിളിച്ചാലേ വരത്തുള്ള കൊച്ചി. അവരെ ആദ്യം ഇങ്ങോട്ട് വിളിക്കും. അവരെ ചേട്ടൻ വേറെ ഒരു നിവർത്തിയില്ല. ഇനി സാറേ ഒന്ന് വന്ന് നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഇത് ഏത് കൊച്ചാ ഇത്? എല്ലാരും കൂടെ വന്നൊന്ന് സെറ്റാക്കി തന്നാലേ ശരിയാവത്തുള്ളൂ. എനിക്ക് വയ്യ. പ്രോഗ്രാം നടക്കുകയാണ് ഇവിടെ. ഇതൊക്കെ ഗസ്റ്റുകളാണ്, അല്ലാണ്ട് ഇങ്ങനെ ഓരോ കൊച്ചിനെ വിളിക്കാൻ വന്നേക്കുന്ന ആൾക്കാരല്ല ഇതൊന്നും. നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചൂടെ? ഒരു കൊച്ചിന്റെ ജീവിതമല്ലേ, ഒന്ന് സഹായിച്ചൂടെ? ഒന്ന് വിളിച്ച ഒരു പ്രശ്നം എന്താണ്? പ്രശ്നം വേറെ ഒന്നല്ല ഏട്ടാ. ഒരു കൊച്ചിങ്ങനെ ഒട്ടും വയ്യാത്ത, ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ. അപ്പൊ ഒരു കൊച്ചിനെ കൊണ്ട് ഞങ്ങളുടെ ഷോക്ക് അടിപ്പിക്കാനായിട്ട് വന്നതാണ്. കൊച്ചിന്? ആ കൊച്ചിന് എന്താ പ്രശ്നം? അതിന് പിന്നെ അതിന്റെ കാരണക്കാരാ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താ? അതിന് എല്ലാത്തിനും കാരണം ജോജോ ജോർജ്. ജോജു പ്രശ്നക്കാരൻ നമ്മുടെ സുഹൃത്താണ്, ഒരു കുഴപ്പമില്ല, പാവമുള്ളവൻ. അത് ആ സിനിമ നടൻ ജോജു ജോർജിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റേ ഈ ഇങ്ങനെ ഒരു കടം വലിച്ചിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ മറ്റേ ആത്മാക്കളൊക്കെ വിളിച്ചു എന്റെ വായിൽ അത് കിട്ടൂല. അതുകൊണ്ടാണ് നിനക്കാണോ സ്ഥിരമില്ലാത്ത? അല്ല, എന്റെ വായിൽ അത് വരത്തില്ല. കൊച്ചിനെ വിളിച്ചേ. ആ കൊച്ചിനെ അവിടെ ഞാൻ വിളിക്കാം. പിന്നെ ഒരു കാര്യം, ആ കൊച്ചു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം സമ്മതിച്ചു കൊടുക്കണം. എന്ത് പറഞ്ഞാലും നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പച്ച തെറി വിളിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്നെ സമ്മതിക്കണം. എന്ത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പറഞ്ഞ എസ് മൂളി കൊടുത്താൽ മതി. ആ കൊച്ചു പറയാൻ ഞങ്ങൾ കേട്ടാ ഒരു പ്രശ്നമില്ല കേട്ടോ. എല്ലാരും ചോദിച്ചു ഞാൻ പോയി വിളിച്ചോണ്ടിരാം. ഈ കൊച്ചെ കറങ്ങാതെ കയറി വാഞ്ഞോട്ട്. കൊച്ചിനെ ആ തള്ള വിളിക്കട്ടാ. ഏതാ കൊച്ചെ? അതിപ്പോ ഈ പിന്നെ വൈകുന്നേരത്ത് ഈ ഓജോ ബോർഡിനകത്ത് കയറിയിട്ടെ ക്ലബ് ഹൗസിൽ വന്നിട്ട് 6:30 കിടന്ന് എല്ലാവരും കിടന്ന് അലക്കുമല്ലേ, അതുപോലെ ആത്മാക്കളോട്ട് കിടന്ന് അരപ്പാണ്. ഭയങ്കര പ്രശ്നം. ഞാൻ ഇന്നലെ ഒറ്റ ആങ്ങളെന്ന് പറഞ്ഞ എന്റെ ഒക്കെ തിരുത്തി ചോറ് തന്നു. വല്യച്ഛൻ അപ്പൂപ്പനാ? വല്യച്ഛൻ എന്താ പറയുന്ന അമ്മായി? അമ്മായി എനിക്ക് ചക്കപ്പായസം ഉണ്ടാക്കി തരാന്നും പറഞ്ഞു പോയത്.
ചക്കപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തരും. അത് തരും, ഒരു വീട്ടിൽ വരുമ്പോ തരും. എപ്പാന്ന് പറയണം? നാളെ തരും. നാളെ തരും. 12 ഉറപ്പാണ്. ഉറപ്പാണ്. ഞാൻ അതങ്ങാതെ എത്ര നേരം ആ തിണ്ണയിലിരുന്നത് അറിയാമോ? എന്നിട്ട് ഈ അപ്പൂപ്പൻ എന്നെ തല്ലുകയും ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് സമയം പോയെന്ന് പറഞ്ഞു. ഏതപ്പൂപ്പൻ? ആ അപ്പൂപ്പൻ അവിടെ ആ കൊച്ചിന്റെ അപ്പൂപ്പനല്ലോ. ചക്കപ്പായസം പറഞ്ഞ ഭാഗ്യ, വേറെ വല്ലതും ആണെങ്കിൽ എന്റെ ഉണ്ണേട്ടാ, ഇത് എവിടായിരുന്നു? ഉണ്ണിയേട്ടനല്ല, ഞാൻ ജാഫർ. എന്റെ ഉണ്ണേട്ടനല്ലേ? എവിടുത്തെ? എന്റെ ഭർത്താവല്ലേ ഇത്? എന്താ? എന്റെ ഭർത്താവല്ലേ? ഈ കൊച്ചനെ പറഞ്ഞ അവന്മാരെ ഇഷ്ടമൊന്നും പിടിച്ചിട്ടില്ല. കൊച്ചിനെ നീ അവിടെ കൊണ്ട് നിർത്തിയേക്കല്ലായിരുന്നു. ഇതല്ല കൊച്ചിപ്പം. നീ ചോടാ, ഞാൻ എടുത്തോട്ട് വന്ന് എന്നോട് ചോദിച്ചോ. എവിടെ ആയിരുന്നു? എത്ര നാളെ ഞാൻ അറിഞ്ഞില്ല. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? എന്താ പരിപാടിയാ കാണിച്ചത്? എന്നാ പരിപാടിയാ കാണിച്ചത്? ഉണ്ണേട്ടന്റെ ആ രാക്ഷസി പോലെ ഇരിക്കുന്ന പെങ്ങൾ ഏതാണ്ട് പറഞ്ഞു എനിക്ക് വട്ടാന്നും പറഞ്ഞോണ്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കി എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് കൊള്ളാം. അല്ല അതൊന്ന് പിടിച്ചേ. അല്ല ഒന്ന് പിടി, അതൊന്ന് പിടിക്കുവാണെങ്കിൽ അവിടെ ഒരു സാധനം ഉണ്ട്. ഒന്ന് പിടിച്ചേ. ഉണ്ണേട്ടന് ഓർമ്മയില്ലേ നമ്മളൊന്ന് പാട് വരുമ്പത്തൂടി നടന്ന് ഇങ്ങനെ പാട്ട് പാടിയത്? പാട് വരുമ്പത്തൂടെ നീ ഫ്രണ്ട്, ഞാൻ ബാക്കി. ഫ്രണ്ട് ബാക്കി. നാത്തു നിൽക്കുന്നു. ഇതൊക്കെ കിളവന്മാരെ ഇഷ്ടമുള്ളൂ പറഞ്ഞ. ഈ രാക്ഷസീനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ രാക്ഷസീനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്? ഇങ്ങോട്ട് വന്നേ. നീ എന്റെ പറയാ, ഞാൻ ഇറങ്ങുന്നിടത്ത് നീ നടക്കട്ടെ. കൊടുക്കും. എന്റെ ബന്ധം തകർത്ത് കളഞ്ഞോളാ ഇവള്. നിന്റെ സാരി എടുത്തിട്ട് ഇപ്പൊ പൊക്കോണം. നീ സാരി തരാൻ വന്നതാ ചേട്ടൻ പറഞ്ഞിട്ട്. നിനക്കൊരു സാരി കൊണ്ടുതരാൻ വന്നാ? ആ, അവിടെ മുമ്പ് ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ബ്ലൗസ് വേണോ? നീ എന്തിനാണ് ചേട്ടനോട് പറഞ്ഞ എനിക്ക് വട്ടാന്ന് എന്തിനാടി പറഞ്ഞത്? വട്ടാന്നല്ല, വട്ടത്തിലുള്ള വട്ട നിറമുള്ള കളറുള്ള സാരി വാങ്ങിക്കൊണ്ട് തരാൻ പറഞ്ഞത്. അത് പറഞ്ഞാണോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? ഞാൻ പോയില്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വേറെ വട്ടത്തിലുള്ള സാരി ഉണ്ട്. ഇവിടെ നിന്ന് നീ ഇവിടെ ചലച്ചോണ്ട് വന്നോ നാത്തിനോട്? അങ്ങനെ വന്ന് കുറെ നേരം നിൽക്കാൻ തുടങ്ങിട്ട്. അവനെ വിളിക്കാൻ പോണെന്തായാലും ഉണ്ണേട്ടൻ നമ്മുടെ കല്യാണത്തിന് പോലും ഇവൻ വന്നില്ലല്ലോ. ഇവനെന്തോ ചെയ്തെന്നറിയാവോ? ഇവനുണ്ടല്ലോ, എനിക്ക് അമ്മ ഉണ്ടാക്കി വെച്ച മുട്ട റോസ്റ്റ് ഇല്ലേ, അത് കട്ട് തിന്നു. ആ ഈ ചെറുക്കൻ മൂക്കളെ അലിപ്പിക്കൽ ഇപ്പോഴും എല്ലാ പരിപാടിയും എന്നോട് പറ. ദുബായ് പെട്ട് എന്തൊക്കെയായിരുന്നു? കുറച്ച് അധികം ജോലി ചെയ്തു. സുഖമാണല്ലോ അല്ലേ? സുഖം. അല്ലെങ്കിൽ പടൻ ഇടുക്കി ഡാമിലോട്ട് പോവാം. പൗറോസ് ഇവിടെ ഇതാണ് ഇടുക്കി. കുറവന്മൽ. ഇത് കുറത്തിവല്ല. ഇത് ഇടുക്കി. ഞാൻ ഉണ്ണേട്ടന്റെ മടിയിലിരിക്കാം. ഇത് ഒരാളില്ല. അപ്പൊ ഞാൻ ആദ്യം ഇരിക്കും, പിന്നെ വടി ഇവിടെ മാറ്റിയേക്കാം. വളയിടൽ. സഭയിലെല്ലാവരും അടങ്ങിയിരിക്കൂ.
വാച്ചേട്ടല്ലേ വാച്ചേട്ടില്ല വള വളയിടാം വളയിട്ടു ഇനി വളയിട്ടു വളയിടൂ അതിനാ വളയിടും ഇങ്ങനെ ചുമ്മാ പിള്ള കളിക്കല്ലേ ബഹുമാനമൊക്കെ വേണ്ടതില്ലേ അടിയൻ വളയിട്ടോട്ടെ അല്ലെങ്കിൽ തുറക്കിലടിക്കും ഞാൻ. ഇവനെ ഇതുവരെ തുറക്കിലടച്ചില്ലേ ഈ കള്ളനെ? അല്ലേ മഹാറാണി, കാഴ്ചകൾ കാണിച്ചു തരട്ടെ? എന്നാ കാണിച്ചോളൂ കാഴ്ച, തുടങ്ങിക്കോളൂ. ഇത് അവിടെ നോക്കിയിരുന്നേ, അതാണ് ഇടുക്കി. ഇപ്പൊ എത്ര ഷട്ടർ തുറന്നു ഡാമിന്റെ? ഇപ്പൊ എത്ര ഷട്ടർ തുറന്നു? 5 ഷട്ടറാണുള്ള. എന്താ പോയേ? ഇത് പോയിട്ടുണ്ട്. ഇത് ടി വി കണ്ട ആളല്ലേ? ഇതോ ഞാൻ ഇവിടെ വന്നായിരുന്നു. റിമീ ടോമി അല്ല സോറി, അയ്യോ നിങ്ങൾക്ക് കേട്ടോ ജാഫർക്ക അറിയാമോ? ചുമ്മാ കാഴ്ചകൾ കാണിച്ചു തരാനായിട്ടേ. ഇപ്പം ചെറിയ പ്രാന്ത് നിനക്ക് മാറ്റാൻ എന്നാ പിന്നെ ഞാൻ അങ്ങാട് പോകണ്ടാ. കൊടും ഭീകരം വില്ലൻ ഇരിപ്പുണ്ട് ഇതല്ല സിനിമയിലെ. ഓക്കെ, എല്ലാം വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ പോട്ടാങ്കി പെട്ടെന്ന് നോക്കോ, അല്ലെങ്കിൽ നീ ഇതിനകത്ത് കയറിയിരിക്കണ്ടേ. നല്ല കുട്ടി ഇവിടെ വന്ന് നല്ല വൃത്തിയും വരയ്ക്ക് കറണ്ടടി കൊണ്ട് ഭ്രാന്തൊക്കെ പോയി. അല്ല, എത്ര നാളായിട്ടാണ് ഈ ജാഫർക്ക് ഒരു വാക്ക് കേൾക്കുന്നത്? ഉണ്ണിയേട്ടാന്നൊക്കെയുള്ള വാക്ക് കേട്ടിട്ട് എത്ര നാളായി. കല്ലു, ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവര് വന്നത് ശരിക്കും മുതൽക്കൂട്ടായത് നമുക്കാണ്. കാരണം നമ്മള് ഉള്ളറിഞ്ഞ് ഒരുപാട് ചിരിച്ചു. ഈ സിനിമയുടെ അമരക്കാരനെ കൂടി ഈ വേദിയിലേക്ക് വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി. കാരണം എന്ന് വെച്ചാൽ കുറെ നേരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കക്ഷിയെ കുറിച്ച്. വെറും 18 ദിവസം കൊണ്ട് ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്ത വിമൽ, ഡയറക്ടർ വിമലാണ് ഇനി ഈ വേദിയിലേക്ക് വരുന്നത്. ഡാർക്ക് സീനുകളൊക്കെ ചെയ്ത ഒരു ഡയറക്ടറാണ് ഈ മുമ്പിൽ നിൽക്കുന്ന പ്രസന്നവദനായിട്ടുള്ള മനുഷ്യനെന്ന് ഒരാളും പറയൂല. ടിനിച്ചാട്ടൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ദുഷ്ടനായ മാർപ്പാപ്പ വരുന്നു, എന്നെ കത്തിക്കാൻ വരുന്നു. ഇവിടെ കുറെ നേരമായിട്ട് ഈ ഡയറക്ടറുടെ കഥകളായിരുന്നു. അതായത് വിമൽ എന്ന് പറയുന്ന ആള് ചോര കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴുന്ന കഥകൾ. മേക്കപ്പിലുള്ള പിള്ളേര് ഈ ബ്ലഡിന്റെ ഇത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബഹളം വെക്കുന്നതും ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ ഷോക്ക് അടിപ്പിക്കേണ്ട പുള്ളിനാണ്. നമുക്കൊരു പണി ചെയ്താലോ? ഇവരുടെ എല്ലാവരുടെയും പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഈ ഫോബിയെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ടറെ കൂടി ചെറിയ ഷോക്ക് കൊടുക്കുന്നു. ഒരു കൈയടി കൊടുത്തേ. ജാഫർക്ക, ഇതൊരു പ്രത്യേക അവസരത്തിൽ നമ്മളങ്ങ് ഇരുത്തിയതാ. ഒരു പ്ലാനും ഇല്ല. ജാഫർക്കാക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഞങ്ങൾ എന്നൊക്കെ പറയൂലേ, ഒരു കൂട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ അടങ്ങുന്ന അതെല്ലാം എന്നാ ഒതളങ്ങ എന്റെ പേര് ഒതളങ്ങ. എങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് ആലോചിച്ചത്, ഈ പടം തീർത്തത്? കഴിഞ്ഞ ലോക്ക്ഡൌൺ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ചെയ്യാൻ വേറെ കുറച്ച് പ്രൊജക്ട്സ് ആലോചിച്ചിരുന്നു. ആ സമയം എന്റെ ഒരു സുഹൃത്തും ഞാനും കൂടിയിട്ട് ആ സമയത്ത് ഒതളങ്ങയും സുഹൃത്തും വളരെ യാദൃശികമായിട്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ സിനോജ് അഗസ്റ്റിനെ മീറ്റ് ചെയ്യണ്ടായി. അപ്പം പൂർണ്ണമായി എഴുതി തീർന്നിട്ടില്ലാത്ത ഒരു കഥ, 3 കഥ പുള്ളിയോട് പറയാനാ പോയത്. അതിലൊരു കഥ പറഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് ഇഷ്ടമായി. പുള്ളി നമുക്കത് ചെയ്യാം, ഒതളങ്ങൻ പ്രൊഡ്യൂസറും കൂടി രാഹുലിന്റെ അടുത്ത് ചെല്ലുകയും കഥ പറയുകയും പുള്ളിക്ക് അത് ഇഷ്ടാവുകയും ചെയ്തു. പിന്നീട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് പിന്നെ വിമലിന് ഏറ്റവും ഇഷ്ടം ഈ ത്രില്ലർ പരിപാടികൾ തന്നെയാണോ? അല്ല, ലവ് സ്റ്റോറീസ്. പിന്നെ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ത്രില്ലർ സ്റ്റോറി? ലവ് സ്റ്റോറീസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ സ്റ്റോറീസിനെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് ക്രൈം ഫിലിംസ്. ഭയങ്കര ഇഷ്ടമാണ്. ക്രൈം ത്രില്ലർ അല്ല, ക്രൈം ഡ്രാമാസ്. ഒരു ഉഗ്ര കൈയടി കൊടുത്തോ. തൽക്കാലം നമ്മൾ അഴിച്ചുവിടുകയാണ്. നമ്മൾ പല ഈ പ്രൊമോഷനും കണ്ടിട്ടുണ്ട്. മൂവി പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സംവിധായകനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളും ഒരുപാട് സന്തോഷം. നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് ധന്യമായെന്ന് പറയാം. താങ്ക് യു.
താങ്ക് യു. അതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആളുണ്ട്, സനോജ് ഇവിടെ ഉണ്ട്. പുള്ളി വരുമായിരുന്നെങ്കിൽ എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്. പുള്ളി ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ചുമര് വേണം ചിത്രം വരയ്ക്കാൻ. യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ബാക്ക്. സോ സനോജ് ഏട്ടന് വരാൻ പറ്റുവാണെങ്കിൽ പ്ലീസ് കം ഓൺ സ്റ്റേജ് പ്ലീസ്. സനോജേട്ടാ, കുറെ നേരമായിട്ട് സനോജ് എന്നുള്ള പേര് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്താണ് സിനിമയെ കുറിച്ച്? സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ എൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ തന്നെ കയറുന്നത് തന്നെ അതിന്റെ ടെൻഷൻ ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു, വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാലോ? പൊളിക്കാം.